വാക്കും പ്രവൃത്തിയും പരസ്പരം വിഘടിച്ചു നിൽക്കുന്ന തരത്തിലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ രീതികൾ. സമാധാനം എന്ന് പറയുകയും ബോംബാക്രമണം നടത്തുകയും ചെയ്തു. സമവായ ചർച്ച എന്നാൽ താൻ ആഗ്രഹിക്കുന്നത് നടക്കണം എന്ന് വാശി പിടിച്ചു. അടുത്ത ഘട്ടം ചർച്ച നാളെ എന്ന് പറഞ്ഞ് യുദ്ധം തുടങ്ങി. കീഴടങ്ങിയില്ലെങ്കിൽ വൻ ആക്രമണം എന്ന് പറഞ്ഞ് വെടിനിർത്തൽ നീട്ടി. ഒടുവിൽ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനകം തുറന്നില്ലെങ്കിൽ ഇറാനുമേൽ മരണം പെയ്യുമെന്നും നരകം വർഷിക്കുമെന്നും ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. ഈ സമയപരിധി അവസാനിക്കാൻ ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇതോടെ ഇറാനിൽ ആക്രമണം നടത്താനുള്ള സൈനിക നടപടിക്ക് സമയവും തീയതിയും കുറിച്ച് പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ്. തിങ്കളാഴ്ച അന്ത്യശാസനത്തിന്റെ സമയപരിധി തീരുന്നതോടെ ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക് ഇറാനിൽ സൈനിക നടപടി ആരംഭിക്കുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. അമേരിക്കൻ സമയം ചൊവ്വാഴ്ച രാത്രി 8 മണി എന്നാൽ ഇന്ത്യൻ സമയം ബുധനാഴ്ച പുലർച്ചെയായിരിക്കും. തന്റെ സമൂഹമാധ്യമ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെയാണ് ഇറാന് പുതിയ ഡെഡ് ലൈൻ ട്രംപ് നൽകിയിരിക്കുന്നത്. യുദ്ധചരിത്രത്തിൽ തന്നെ അപൂർവമായ നീക്കമാണ് ഇത്തരത്തിൽ ആക്രമണത്തിന്റെ സമയവും തീയതിയും മുൻകൂട്ടി നിശ്ചയിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് ഏത് രീതിയിലായിരിക്കും ഇറാനിൽ സൈനിക നടപടി പ്ലാൻ ചെയ്യുന്നത് എന്നത് ഇപ്പോഴും വ്യക്തമല്ലാത്ത കാര്യമാണ്. തിങ്കളാഴ്ച ഇറാനുമായി കരാറിലെത്താൻ സാധ്യതയുണ്ട് എന്ന് കരുതുന്നതായും ഇല്ലെങ്കിൽ എല്ലാം ബോംബിട്ട് തകർക്കും എന്നുമാണ് ട്രംപിന്റെ ഭീഷണി. ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെ ടെഹ്റാനിൽ വ്യോമാക്രമണം ഉണ്ടാകുകയും കുറഞ്ഞത് 13 പേർ കൊല്ലപ്പെടുകയും ചെയ്തതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആദ്യമായാണ് ഇറാന് ഡെഡ് ലൈൻ നൽകി US ആക്രമണം നടത്തുന്നത്. തീയതിയും സമയവും കുറിച്ചുകൊണ്ട് ഒരു ആക്രമണം ഇന്നുവരെ ഒരു യുദ്ധചരിത്രത്തിലും നടന്നതായി അധികം കേട്ടുകേൾവിയില്ല. അതുകൊണ്ട് തന്നെ അതിനിർണായക നീക്കമായാണ് അന്താരാഷ്ട്ര വിദഗ്ധർ അടക്കം ഇതിനെ വിലയിരുത്തുന്നത്. ചൊവ്വാഴ്ച രാത്രി 8 മണിക്കകം കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാനിൽ നരകം പെയ്യുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. പവർ പ്ലാന്റ് ഡേ, ബ്രിഡ്ജ് ഡേ എന്നിങ്ങനെയാണ് ചൊവ്വാഴ്ചയ്ക്ക് ട്രംപ് നൽകിയിരിക്കുന്ന വിശേഷണം. ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാന്റെ പവർ പ്ലാന്റുകളും പാലങ്ങളും തകർക്കുമെന്ന് കാട്ടി ട്രൂത്ത് സോഷ്യലിൽ ട്രംപ് കുറിച്ചിരുന്നു. തികച്ചും അസഭ്യവർഷങ്ങൾ നിറഞ്ഞ ഒരു പോസ്റ്റായിരുന്നു അത്. ഇതിന് പിന്നാലെയാണ് ചൊവ്വാഴ്ച രാത്രി 8 മണി എന്ന സമയം കുറിച്ച് മറ്റൊരു പോസ്റ്റ് കൂടി ട്രംപ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ട്രംപിന്റെ കരാറിലെത്താനുള്ള ഡെഡ് ലൈനിനോട് ഇറാൻ ഇതുവരെ അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. ഇറാനിൽ US ആക്രമണം ഉണ്ടായാൽ പശ്ചിമേഷ്യ മുഴുവൻ നിന്ന് കത്തുമെന്നാണ് ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്. കരാറിൽ എത്തിയില്ല എങ്കിൽ ഇറാന്റെ ഊർജ്ജ കേന്ദ്രങ്ങളും പാലങ്ങളും തകർക്കുമെന്നും ഇത് സൈനിക നടപടിയല്ല മറിച്ച് ശിക്ഷാ നടപടിയാണ് എന്നുകൂടി ട്രംപ് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അതേസമയം ഇറാന്റെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിക്കപ്പെട്ടാൽ അമേരിക്കയ്ക്ക് നേരെ നരകവാതിലുകൾ തുറക്കപ്പെടുമെന്ന് ഇറാൻ ജനറൽ അലി അബ്ദുല്ലാഹി അലിയാബാദിയും ട്രംപിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് തുറക്കുന്ന കാര്യത്തിൽ ട്രംപ് നേരത്തെ ഇറാന് നൽകിയിരുന്ന 10 ദിവസത്തെ അന്ത്യശാസനത്തിന്റെ സമയപരിധി ഇന്നാണ് അവസാനിക്കുന്നത്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം 48 മണിക്കൂർ കൂടി അധിക സമയം നീട്ടി നൽകിയത്. ഈ സമയപരിധി നാളെ അവസാനിക്കും. അതിനകം ഇറാൻ വെടിനിർത്തലിനുള്ള കരാറിൽ എത്തണമെന്നാണ് ട്രംപിന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ ദിവസം ട്രംപിന്റെ ട്രൂത്ത് സോഷ്യൽ അക്കൗണ്ടിൽ പോസ്റ്റുകളുടെ ബഹളമായിരുന്നു. ഇറാൻ തകർത്ത F-15 യുദ്ധവിമാനത്തിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയതിന് പിന്നാലെ അക്കാര്യം പ്രഖ്യാപിച്ചുകൊണ്ട് ട്രംപ് ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തു. അതിന് പിന്നാലെ അടുത്ത കുറിപ്പ് പ്രത്യക്ഷപ്പെട്ടത് കടുത്ത അസഭ്യവാക്കുകളും പച്ചത്തെറികളും അടങ്ങുന്നതായിരുന്നു. ചൊവ്വാഴ്ചക്കകം ഹോർമുസ് തുറക്കാനും കരാറിലെത്താനും അന്ത്യശാസനം നൽകിക്കൊണ്ടായിരുന്നു തെറിവാക്കുകളും അസഭ്യവാക്കുകളും ഉപയോഗിച്ചുള്ള പോസ്റ്റ്. ഇതിന് പിന്നാലെ ആക്രമണത്തിന്റെ തീയതിയും സമയവും കുറിച്ചുകൊണ്ട് അടുത്ത പോസ്റ്റും പ്രത്യക്ഷപ്പെട്ടു. എല്ലാം ഹോർമുസ് തുറന്നില്ലെങ്കിൽ ഇറാൻ നരകമാകുമെന്ന മുന്നറിയിപ്പ് നൽകുന്നതാണ്. എന്നാൽ ഇറാനെ ആക്രമിച്ചാൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഹോർമുസ് പോലെ ബാബ് അൽ മന്ദേബും അടഞ്ഞുകിടക്കുന്ന സാഹചര്യം സൃഷ്ടിക്കരുത് എന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഹോർമുസ് പോലെ തന്നെ അല്ലെങ്കിൽ ഹോർമുസിനോളം തന്നെ പ്രാധാന്യമുള്ള സുപ്രധാന കപ്പൽ പാതയാണ് ചെങ്കടലിലെ ബാബ് അൽ മന്ദേബ്. ചെങ്കടലിനെയും ഗൾഫ് ഓഫ് ഏദനെയും ബന്ധിപ്പിക്കുന്ന ഈ കടലിടുക്ക് ഹൂതികളുടെ നിയന്ത്രണത്തിലാണ്. ഹോർമുസ് പോലെ തന്നെ ആഗോള എണ്ണ വ്യാപാരത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ബാബ് അൽ മന്ദേബ് അടച്ചിട്ടാൽ അത് അന്താരാഷ്ട്ര വ്യാപാരത്തെ സാരമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരമൊരു സാഹചര്യം അമേരിക്ക മനഃപൂർവ്വം സൃഷ്ടിക്കരുത് എന്നാണ് ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമനിയുടെ മുതിർന്ന ഉപദേശകൻ അലി അക്ബർ വിലായത്തി മുന്നറിയിപ്പ് നൽകിയത്. ഇറാനിൽ ആക്രമണം നടന്നാൽ ബാബ് അൽ മന്ദേബ് അടയ്ക്കുമെന്ന് ഈ കപ്പൽ പാതയെ നിയന്ത്രിക്കുന്ന ഹൂതികൾ മുൻപ് മുന്നറിയിപ്പ് നൽകിയതാണ്. കണ്ണുനീരിന്റെ കവാടം എന്നറിയപ്പെടുന്ന ബാബ് അൽ മന്ദേബ് യമനിനും ആഫ്രിക്കയ്ക്കും ഇടയിലുള്ള ഇടുങ്ങിയ ജലപാതയാണ്.
ഏദൻ ഉൾക്കടലിനെ ചെങ്കടലുമായും തുടർന്ന് സൂയസ് കനാലുമായും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഒരു ജലപാതയാണ് ഇത്. ആഫ്രിക്കയ്ക്കും അറബ് ഉപദ്വീപിനും ഇടയിലുള്ള തനത് പ്രധാന കടൽപാതയുടെ ഏറ്റവും ഇടുങ്ങിയ സ്ഥലത്ത് ഏകദേശം 20 മൈൽ വീതിയുണ്ട്. ഒരു വശത്ത് ജിബൂട്ടിയും മറുവശത്ത് യമനും അതിർത്തി പങ്കിടുന്നു. ഹോർമൂസിന് ബദലായി എണ്ണ നീക്കത്തിന് ഒരു പ്രധാന മാർഗമായി ഇപ്പോഴും ബാബൽ മന്ദേബിനെ ആശ്രയിക്കുന്നുണ്ട്. പ്രതിദിനം 70 ലക്ഷം ബാരൽ എണ്ണ സൗദി അറേബ്യയിലെ യാംബുവിലേക്കും അവിടെ നിന്ന് ചെങ്കടലിലൂടെ സഞ്ചരിച്ച് ബാബൽ മന്ദേബും കടന്നു പോകുന്നുണ്ട്. എണ്ണയ്ക്ക് പുറമെ സൂയസ് കനാൽ വഴി യൂറോപ്പിനും ഏഷ്യയ്ക്കുമിടയിൽ കപ്പലുകൾ സഞ്ചരിക്കുമ്പോൾ ആഗോള വ്യാപാരത്തിന്റെ 12% കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട് ഈ കടലിടുക്കിൽ. അതുകൊണ്ട് തന്നെ ബാബൽ മന്ദേബ് അടഞ്ഞുകിടന്നാൽ അതിന്റെ ആഘാതം മിഡിൽ ഈസ്റ്റും കടന്ന് വ്യാപിക്കും. ബാബൽ മന്ദേബ് ഇറാനുമായി കടൽ പ്രദേശം പങ്കിടുന്നില്ലെങ്കിലും യമനുമായി ബന്ധമുണ്ട് എന്നത് തന്നെയാണ് ഇറാനും ബാബൽ മന്ദേബുമായുള്ള ബന്ധം. യമനിലെ ഹൂതികൾ ഇറാൻ അനുകൂലികളാണ്. അതുകൊണ്ട് തന്നെ ഇറാന് ഒരു പ്രതിസന്ധി വരുമ്പോൾ ഹൂതികൾ ബാബൽ മന്ദേബ് അടച്ചിട്ട് ഇറാനെ സഹായിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ആ കണക്കുകൂട്ടൽ മനസ്സിൽ വെച്ച് തന്നെയാണ് ഇറാൻ ബാബൽ മന്ദേബ് അടയ്ക്കുമെന്ന് ഭീഷണിപ്പെടുത്താനുള്ള കാരണം. അമേരിക്കയ്ക്കും ഇസ്രായേലിനും പറ്റുന്ന ഒരു ചെറിയ പിഴവ് പോലും ആഗോള ഇന്ധന വിതരണത്തെയും അന്താരാഷ്ട്ര വ്യാപാരത്തെയും സാരമായി ബാധിക്കുമെന്നാണ് ഇറാന്റെ മുന്നറിയിപ്പ്. ഇറാന്റെ ചരിത്രത്തിൽ നിന്ന് അമേരിക്ക ചില പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എങ്കിലും അധികാരത്തിന്റെ ഭൂമിശാസ്ത്രം മനസ്സിലാക്കാൻ അവർക്ക് ഇനിയും സാധിച്ചിട്ടില്ല എന്നാണ് ഇറാൻ പറയുന്നത്. മുൻപ് ഇസ്രായേൽ പലസ്തീൻ സംഘർഷം നടക്കുന്ന സമയം ഗാസയിലെ ഇസ്രായേൽ ആക്രമണത്തിൽ പ്രതിഷേധിച്ച് നേരത്തെ ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ആക്രമണങ്ങൾ ആഗോള കപ്പൽ ഗതാഗതത്തെ വലിയ രീതിയിൽ ബാധിച്ചതാണ്. പുതിയ സാഹചര്യത്തിൽ ബാബൽ മന്ദേബ് കൂടി തടസ്സപ്പെട്ടാൽ അത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ തിരിച്ചടിയാകും. അതേസമയം ഇന്ന് പുലർച്ചെയും ടെഹ്റാന് തെക്ക് പടിഞ്ഞാറുള്ള നഗരത്തിൽ വ്യോമാക്രമണം ഉണ്ടാവുകയും ഒരു പാർപ്പിട സമുച്ചയം തകരുകയും ചെയ്തു. ഈ ആക്രമണത്തിലാണ് 13 പേർ കൊല്ലപ്പെട്ടതായി പറയപ്പെടുന്നത്. ആക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേലോ US ഏറ്റെടുത്തിട്ടുമില്ല. എന്നാൽ ഹോർമൂസ് കടലിടുക്ക് വീണ്ടും തുറക്കണമെന്ന് ഇറാനോട് ട്രംപ് ഭീഷണി മുഴക്കിയതിന് പിന്നാലെയാണ് ആക്രമണം നടന്നത് എന്നതുകൊണ്ട് തന്നെ അമേരിക്കയോ ഇസ്രായേലോ നടത്തിയ ആക്രമണമായിരിക്കാനാണ് സാധ്യത എന്ന് കരുതാം. പുലർച്ചെ ടെഹ്റാനിലെ ഷെരീഫ് യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജിക്ക് നേരെയും വ്യോമാക്രമണങ്ങൾ ഉണ്ടായതായി ഇറാനിയൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഇസ്രായേൽ നഗരങ്ങളിലും ഗൾഫ് മേഖലയിലെ വിമാനത്താവളങ്ങളിലും ഊർജ്ജ നിലയങ്ങളിലും ഇറാന്റെ മിസൈലുകളും പതിച്ചിട്ടുണ്ട്. ഹോർമൂസ് അടഞ്ഞുകിടക്കുന്നതും യുദ്ധ സാഹചര്യത്തിൽ അയവില്ലാത്തതും കടുത്ത ആക്രമണം ചൊവ്വാഴ്ച ഉണ്ടാകും എന്നുള്ള ട്രംപിന്റെ മുന്നറിയിപ്പും വിപണിയെ കാര്യമായി തന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. ആഗോളതലത്തിൽ ഇന്ധനവില കുതിച്ചുയരുകയും സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം അനുഭവപ്പെടുകയും ചെയ്യുന്നുണ്ട്. സ്വർണത്തിന്റെയും വെള്ളിയുടെയും വില കഴിഞ്ഞ ദിവസം ഇടിഞ്ഞു. ആഗോളതലത്തിൽ എണ്ണ ഗ്യാസ് വ്യാപാരത്തിന്റെ പ്രധാന കേന്ദ്രമായ ഹോർമൂസ് കടലിടുക്കിലെ തടസ്സങ്ങൾ അന്താരാഷ്ട്ര വിപണിയിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. യൂറോപ്പിലേക്കും ഏഷ്യയിലേക്കുമുള്ള ഇന്ധന നീക്കം തടസ്സപ്പെടുന്നത് ലോകരാജ്യങ്ങളെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്.